ഹലോ ഗൈസ്, നോക്കൂ നമ്മുടെ പാടങ്ങൾ, നമ്മുടെ സൗന്ദര്യം എന്തൊക്കെയാണ് കാണാനുള്ളത്. നിങ്ങൾ ഓരോരോ പോട്ട് മനസ്സുമാർക്കാണ് ഇവർക്ക് വേറെ പണിയും ഈ തോട്ടിനകത്തും വരമ്പിനകത്തും അവിടെ ഇവിടെ കിടക്കുന്നത് എന്താ ഒരു കാര്യം? എന്തെങ്കിലും കാര്യം കിട്ടുണ്ടോ? എന്താണെങ്കിൽ വല്ല കിട്ടും. കുറെ എവിടെ ചെന്നാണ്ടല്ലേ തട്ടി തടഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബർമാർ എന്താ ഇത്ര വലുപ്പണ വല്ല പണിക്കും പോയിക്കൊടുക്കുക. എന്താണ് എവിടെ ചെന്നാലും ഇപ്പൊ ഏത് സ്റ്റാരി ചെന്നാലും ഫസ്റ്റ് സ്റ്റാരി ചെന്നോണ്ടേ നമ്മൾ ഏതിൽ പോയാലും വല്ല ചായക്കട ചെന്നാലും വല്ല ബീവറേജില് വാവറ എവിടെ ചെന്നാലും എത്ര വലിപ്പട അത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ. ₹100 ₹100 ഒടിഞ്ഞ മാതിരിയായി എവിടെ പോയാലും യൂട്യൂബർമാരുള്ളൂ. എന്നൊരു ഇതിന്റെ കാര്യം വേറെ ആളെ കുതിരാക്കല്ലാതെ. പൊന്നാര ഏട്ടന്മാരെ, ഞങ്ങളെ മൊബൈലിൽ എടുക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾ ഇങ്ങടുത്ത് വന്നിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോൾ അവിടെ പോയി എടുക്കണോ? ഞങ്ങളെ ഇഷ്ടത്തിന് ചെയ്യണോ? ഞങ്ങളൊരു എൻജോയ്മെന്റ് ആണ്, അല്ലാതെ ഞങ്ങൾ ഏർപ്പാടൊന്നും ഇല്ലാതെ നടക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളൊരു ഒഴിവ് സമയത്ത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓൽക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്, നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. നിങ്ങളെ കാലിന് മുന്നിൽ തട്ടി തടയാനൊന്നും ഞങ്ങൾ വരുന്നില്ല. അതിന് നിങ്ങൾ പുച്ഛിക്കാനും മാത്രമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ പൈസ കിട്ടുമ്പോ എപ്പോഴും എന്തായാലും കിട്ടും ഞമ്മക്ക്, അതൊരു പ്രതീക്ഷ ഉണ്ട്. അങ്ങനെയാണ് കുറെ ആൾക്കാർ യൂട്യൂബിൽ ഇതിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഒരു നാൾ ഞങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരണ്ട നിങ്ങളെടുത്ത് കേട്ടോ. നിങ്ങൾ ഈ പുച്ചിച്ചീനൊക്കെ നിങ്ങൾ മുന്നിൽ നിന്ന് ഒരു ₹50 ആയാലും ഞങ്ങൾ സന്തോഷത്തോടെ പോകും. അതാണ് ഞങ്ങളെ ലക്ഷ്യം കേട്ടോ. നിങ്ങൾ പുച്ചിക്ക് കഴിയണത്തോളം പുച്ചിക്ക്. നിങ്ങളെ പുച്ചിക്കല്ല, നിങ്ങൾ വലിയ വലിയ മനുഷ്യന്മാരാണ്. നിങ്ങൾ പേരെ അന്നാ കൂലിപ്പണിക്ക് ചെലവ് വയ്ക്കേണ്ട മനുഷ്യന്മാരല്ലേ. നിങ്ങളിങ്ങനെ അവിടെയും നിങ്ങൾക്ക് വലിയ കാര്യം കിട്ടുമോ? നിങ്ങൾ നോക്കുക, നമ്മൾ കിട്ടില്ല നമ്മൾ നോക്കട്ടെ. എത്ര മനുഷ്യന്മാരുടെ ഇങ്ങനെ കൈമീച്ചിങ്ങനെ നോളെ നടക്കുന്നതും കൊണ്ട് ഒരു കാര്യമില്ലാതെ നിങ്ങൾ കിട്ടിയിട്ട് മതി വരെ നമ്മൾ കാണട്ടെ, അപ്പോഴെല്ലാം വിശ്വാസമാവുള്ളൂ നമുക്ക്. നിങ്ങളെ നമ്മളെ പുച്ചിക്കൊന്നും വേണ്ട, വൈകാതെ തന്നെ ഇതിനുള്ള മറുപടിയൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരും. ഇനി ലോൺ എടുത്തിട്ടാലും വേണ്ടി നിങ്ങൾക്ക് ചായ നമ്മൾ വാങ്ങിത്തരാം, എന്നാലും വേണ്ടിയില്ല. നമ്മളെ പുച്ചിക്കരുത് കേട്ടോ. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് നല്ലേ കാണിച്ചു കൊടുക്കണം സംഭവം എന്താന്നുള്ളത് കേട്ടോ. അതെ കേട്ടോ കേട്ടോ. ഇതവിടെ ഇരിക്കണോ നിങ്ങളെ? ഞങ്ങക്ക് ഞങ്ങളെ ടീം തന്നൊരു ഇതാട്ടോ. ഇതാ നിങ്ങക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പൊ നമ്മൾ പുച്ഛിക്കരുത് ചേട്ടാ. നമ്മക്ക് ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യല്ലേ. ബിരിയാണി കഴിച്ചാലുള്ള പൈസ ഇതിലുണ്ട്. ധൈര്യമായിട്ട് ബിരിയാണി കഴിച്ചോളൂ. പിന്നെ ആത്മാർത്ഥമായിട്ട് പണി എന്തെടുത്താലും അതിനൊക്കെ ഒരു വിജയം ഉണ്ടാവും, പ്രതിഫലം ഉണ്ടാവും. അതേട്ടോ. അത് ആ ഒരു നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങൾ ആരെ കളിയാക്കുമ്പോഴാണെങ്കിലും അത് ആലോചിച്ചോളൂ കേട്ടോ. ആത്മാർത്ഥാണെങ്കിൽ ഈ 3 മിക്സ് പണി പൈസ കിട്ടും. ഞങ്ങൾക്ക് അത് അറിയില്ല കേട്ടോ. ഞങ്ങളെ കൂടെ ഒന്ന് കൂട്ടും. അങ്ങനെ 2 ആളുണ്ട്. പൈസ മോഹിച്ചിട്ട് വരണ്ട. നമ്മളോട് താല്പര്യം, ഇൻട്രസ്റ്റ്, ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി, 2 ആള് വന്നോളി. പിന്നെ പൈസ മോഹിച്ചിട്ട് പൈസ കിട്ടുമ്പോ എല്ലാവർക്കും അത് തുല്യായിട്ട് നമ്മളൊന്ന് പരിഗണിക്കേ. ആയിക്കോട്ടെ. എന്തിനാണ് നിങ്ങള് ബിരിയാണി ബിരിയാണിയാ മന്തി രസികരല്ലേ. ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം തന്നല്ലേ, വാശി. ആ വാശിയാണിത്. എന്നാ പോയി ബിരിയാണി കഴിക്കാം. എന്നാലേ ഞങ്ങളുണ്ട് 3 മിക്സ് മീഡിയയുടെ കൂടെ. ഞങ്ങൾ കാശൊന്നും വേണ്ട, ഞങ്ങൾ താല്പര്യം നിങ്ങൾ കൂടെ കൂടാണ്.